യുക്രൈനിയൻ സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുമെന്നും 2022 മുതൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആദ്യകാല സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ച തുർക്കി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പ്രധാന മധ്യസ്ഥ പങ്ക് വഹിച്ചിട്ടുണ്ട്. യുദ്ധക്കളത്തിൽ വിജയം തേടണമെന്നും ഉപദേശിച്ചതിനെ തുടർന്നാണ് ആ ചർച്ചകൾ പരാജയപ്പെട്ടത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിലാണ് യുക്രൈൻ വീണ്ടും ചർച്ചകളിലേക്ക് മടങ്ങിയത്. ജൂൺ അവസാനിക്കുന്നതിന് മുൻപ് അടുത്ത യോഗം നടത്താമെന്ന് യുക്രൈനിയൻ പ്രതിനിധി സംഘം നിർദ്ദേശിച്ചുവെന്ന് യുക്രൈൻ പ്രതിനിധി സംഘത്തിന്റെ തലവൻ റസ്റ്റം ഉമറോവ് ചർച്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. പക്ഷേ യുക്രൈന്റെ ഈ ആവശ്യത്തോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സമാധാന ചർച്ചകളെ അവഗണിച്ച് ആക്രമണത്തിലൂടെ യുദ്ധം ഇല്ലാതാക്കാനുള്ള യുക്രൈന്റെ നിലവിലെ നീക്കം എടുത്തുചാട്ടമായി തന്നെയാണ് പറയുന്നത്. 1.5 വർഷം കാത്തിരുന്ന് റഷ്യൻ അതിർത്തികൾ താണ്ടി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. റഷ്യയിൽ നിന്നും പ്രതിദിനം നേരിടുന്നത് പോലൊരു ആക്രമണം തിരിച്ച് റഷ്യയിലേക്ക് നടത്താൻ യുക്രൈന് 1.5 വർഷത്തെ കടുത്ത പദ്ധതികൾ വേണ്ടി വന്നു.